ഹായ്. ആ, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഭ്യന്തര കുറ്റവാളി. ആ ഒരു സിനിമയാണ് ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ആ ഒരു പടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് സിനിമ കാണുക എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയറായിട്ടേ സംഭവിക്കാറുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചില സിനിമകൾ തിയേറ്ററിൽ പോയാൽ പൈസ നഷ്ടം വന്നു എന്ന് നമുക്ക് തോന്നും. ചില സിനിമയാണെങ്കിലും നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇത് ഇങ്ങനെ കണ്ടിട്ട് കുഴപ്പമില്ല, ശരാശരി ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നും. ചില പടമാണെങ്കിൽ നമുക്ക് ആ ടാക്കീസിൽ നിന്ന് കാണുമ്പോൾ അടിപൊളി പടം, ഒന്നും കൂടെ കാണണം, ആ ഒരു എഫക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകൾ എനിക്ക് അടുത്ത കാലത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അതിൽ ഒരെണ്ണം അമരൻ ആണ്. അമരൻ എന്നുള്ള സിനിമ, പട്ടാള കഥ. പിന്നെ രണ്ടാമത് ഒരു സിനിമ എന്ന് പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട മയക്കുമരുന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, അടിപൊളി സ്റ്റോറി. പിന്നെ മൂന്നാമത് കണ്ടത് തുടരും എന്നുള്ള സിനിമ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കഥകൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മോഹൻലാൽ ടാക്സി ഡ്രൈവറായിട്ടുള്ള ആ ഒരു കഥ, അതായത് ജോർജ് സാറാണ് അതിൻ്റെ കസരതിയൊക്കെ എല്ലാവർക്കും അറിയാം, ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഈ മൂന്ന് സിനിമകൾ ശരിക്കും മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ തിയേറ്ററിൽ വിട്ടത്. അതുപോലെ തന്നെ ഈ ഇന്നലെ ഞാൻ സിനിമ കണ്ട ഒരു മനസ്സ് നിറച്ച ഒരു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കുറ്റവാളിയായിരുന്നു. കാരണം ഈ ഒരു പടം ഇത് വെറുതെ വെറൊരു സ്റ്റോറിയല്ല, എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് മസാല ഒരു സിനിമയല്ല. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ശരിക്കും നടക്കുന്ന അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സബ്ജക്റ്റാണ്. അതായത് പുരുഷ പീഡനം. അതായത് സ്ത്രീകൾ പരമാവധി അവർക്ക് കിട്ടുന്ന പ്രിവിലേജ്, നിയമത്തിൻ്റെ പ്രിവിലേജ് പരമാവധി പുരുഷനെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ഈ സിനിമ ശരിക്കും സംസാരിക്കുന്നത്. അതിൽ സേതുനാഥ് പത്മകുമാർ എന്ന് പറയുന്ന ഈ ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അദ്ദേഹത്തിന് നല്ലൊരു ആർജവമുണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഒരു സ്ത്രീ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ സ്ത്രീ വിരോധി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ നിൽക്കുന്നത്.